പൊന്നുവിൻ്റെ ഒരു ഉണ്ണിയാട്ടാ, അതിന് തീരെ വയ്യട്ടാ, എന്തോ ഒരു തലയൊക്കെ ഇങ്ങനെ വളഞ്ഞു പോണു. അപ്പോൾ ഇന്നലത്തെ ഒരു വീണ പാടിയതാട്ടാ, ഒരാൾ രാവിലെ തന്നെ വന്നിട്ട് വീണ പാടാം. അപ്പോൾ പിന്നെ ഞാനത് ഇന്നലെ ഉൾപ്പെടുത്താതിരുന്നതാട്ടാ. അപ്പോൾ വീണയൊക്കെ പാടിച്ചു 25 രൂപയും കൊടുത്തിട്ട് അയാൾക്ക് രാവിലത്തെ ഒരു കാര്യമല്ലേ. പൂച്ചക്കുട്ടികളെ കുഴിച്ചിട്ടിട്ടും മടുത്തിട്ടാ, എത്രണ്ണത്തിനെയാണ് കുഴിച്ചിടുന്നത്. സെൽമയ്ക്ക് പിന്നെ പറമ്പുള്ള കാരണം അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചു വിടും. അപ്പോൾ ഇത് നമ്മളെ തറവാട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ ഒരു കഷ്ണം ചക്ക, നല്ല സൂപ്പറും മാത്രമുള്ള അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ചക്കയായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ, മറ്റൊക്കെ ഇന്നലത്തെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഇന്നലെ പിന്നെ നമ്മളെ പ്രകൃതി ശോഭത്തിൻ്റെ വീഡിയോ അല്ലായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ പാചകം മറ്റുള്ളതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അരി അരച്ച ദോശയായിരുന്നു, അരിയും ചോറും നാളികേരൊക്കെ അരച്ചിട്ടുള്ള ദോശ. അപ്പോൾ ചെമ്മീൻ കറി കൂട്ടിയിട്ടാട്ടാ ഒക്കെ കഴിച്ചത്. അപ്പോൾ ആ മാവ് ഉണ്ട് കേട്ടോ, അരച്ച മാവ്. അപ്പോൾ ഞാൻ ഇന്നലെ ഫ്രിഡ്ജിലേക്ക് വെച്ച്. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളെ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാ രാത്രി. ഉറക്കം വരുന്നു, ഭയങ്കര തണുപ്പ് മേല് പിടിച്ചെടുക്കുന്നു കേട്ടാ. അപ്പോൾ ഇന്നലെ ഇന്നൊക്കെയാണ് ഇങ്ങനെ ഒരു തണവ്, മഴ പെയ്തതിൻ്റെ ശേഷം മഴക്കാലമായതിൻ്റെ ശേഷം ഒരു തണവ് തോന്നുന്നത് കേട്ടാ. ഇനി എല്ലാവർക്കും ഉണ്ടാ അതോ എനിക്ക് ഉള്ളിൽ പനി ഉണ്ടായിട്ടാണോ ഒന്നും അറിയില്ല കേട്ടാ. അപ്പം ഇങ്ങനെ ഉറങ്ങണം തോന്നുന്നു, ഇങ്ങനെ ഉറക്കം വരിക. അങ്ങനെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശക്കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പാനിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല, കല്ല് ദോശയിലാണ് കേട്ടോ, ദോശക്കല്ലിലാണ് കേട്ടോ. വർത്താനൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോകും കേട്ടോ കൂട്ടുകാർ. അപ്പോൾ ദോശക്കല്ലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ചെമ്മീൻ കറി ഒന്ന് തിളപ്പിക്കാൻ ഒന്നും കൂടി ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ചതാണ്, എന്നാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ തിളപ്പിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറിയാവും. അപ്പോൾ ആ കറി എന്തായാലും 2 നേരത്തേക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് ഒരു രസം വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഉണക്കസ്രാവ് കൊടുക്കുന്നുണ്ടായി നേരത്തെ, അതൊക്കെ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കിയതൊക്കെ. പിന്നെ നമ്മുടെ മുളകും മല്ലിയൊക്കെ മേടിക്കാനും ഒക്കെ ഒന്ന് പോകണം കേട്ടൊന്ന്. അപ്പോൾ ഒന്ന് വീട്ടിലുണ്ട്. അപ്പം ഒന്ന് അതിനൊക്കെ ഒന്ന് പോവാണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പോവണം. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉച്ചയായിട്ടാട്ടോ ഞാൻ മീനൊക്കെ വറുത്ത്. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കുക കേട്ടോ. പുളിയൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രാവിലെ ഒന്നാണ്ട് കുളിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളെ ലൈക്കും എന്തായാലും നിർബന്ധമായിട്ടും തരിക.
നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കട്ടാ. പിന്നെ മണി ഇപ്പോൾ കുട്ടികളെ എന്നാലും ഓള് എന്തായാലും മക്കളൊക്കെ കുറച്ച് പോകുന്നതിൻ്റെ ശേഷമാണ് കേട്ടോ സ്വന്തമായിട്ട് കണ്ടെത്തി തിന്നാൻ പറ്റുന്ന ഒരു പ്രായമായാലാട്ടാ മണി കുട്ടികളെയൊക്കെ നീക്കുക. അമ്മേന്ന് നീക്കുമല്ലോ ഇത് കൊത്തിയാട്ടുക എന്നൊക്കെ പറയുമല്ലോ കോഴികളൊക്കെ. അതേപോലെ ഇപ്പോൾ കുട്ടികളൊക്കെ സ്വന്തമായിട്ടൊക്കെ നടന്ന് തിന്നാനും ഒക്കെ ആയപ്പോൾ ഇപ്പോൾ മണി ഇപ്പോൾ കുട്ടികളെയൊന്നും നോക്കണില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ വന്നാൽ കുട്ടികളെ കാണുമല്ലോ, അത് കാരണം കുട്ടികളെ കാണും വേണ്ടാച്ചിട്ടോള് വേണ്ടാച്ചിട്ട് പോയി. ഇപ്പോൾ ഇന്ന് ഞാൻ ബേക്കറിക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ മുൻവശത്ത് കൂടെ പോയിരുന്നു. നല്ല മക്കളാട്ടാ, നല്ല ഭംഗിയുള്ള മക്കളാണ് മണിയുടെ മക്കൾ. പക്ഷെ ഒരടുപ്പല്ല. ഒന്ന് മാത്രമേ ഒന്ന് പിടിക്കാൻ ഒന്ന് നിന്ന് തരുള്ളൂ കേട്ടാ. എനിക്കാച്ചിങ്ങനെ നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുക്കണം, ഒന്ന് ഉമ്മയ്ക്കണം, അങ്ങനെയാണ് കേട്ടാ. ഇപ്പോൾ പിടിക്കാനൊക്കെ സമ്മതിക്കണ നമ്മളെ സുഖമാണ് കേട്ടാ. പിടിച്ചാലും മടി വെച്ചാലും ഒക്കെ അവിടെ ഇരിക്കും. അത് നമ്മളെ പൊന്നൂൻ്റെ ഉണ്ണി പൊന്നൂൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. പൊന്നൂന് അങ്ങനെ തന്നെയായിരുന്നു കേട്ടാ. മോളൊക്കെയാണ് ഏറ്റവും ഇഷ്ടം പൊന്നൂനെ. ഓളൊന്ന് കുറച്ച് നേരമൊക്കെ മടിയിലും ഒക്കെ വെക്കും കേട്ടാ. എൻ്റെ പോലെ തന്നെ മൃഗങ്ങളെ പൂച്ചേനെയും പട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അവൾക്ക്. അങ്ങനെ ഒരു 2 തക്കാളി മുറിച്ചിട്ട് കുരുമുളകും നല്ല ജീരകവും മല്ലി ഇല്ല കേട്ടാ. അപ്പം മല്ലിയുടെ ഇല ഉണ്ട്. പിന്നെ വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്നാണ്ട് ചതക്കിയിട്ടു കേട്ടാ. പിന്നെ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കായത്തിൻ്റെ പൊടി അതും കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ ഈ രസം വയ്ക്കുന്നതിൽ ഒരു 1/2 സ്പൂണ് സാമ്പാർ പൊടി ചേർത്താൽ നല്ലൊരു രുചിയാട്ടാ. അപ്പം നിങ്ങൾ പറയും രസപ്പൊടി ചേർത്തുകൂടെയെന്ന്. പക്ഷേ രസപ്പൊടി ചേർക്കുന്നതിനാണല്ലോ ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചേർത്തുള്ളത്. അതാണ് ഇപ്പോൾ ഈ രസപ്പൊടിയിലുള്ളത്. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ ഒരു 1/4 ടീസ്പൂണെങ്കിലും ചേർത്തിട്ട് ഒരു സാമ്പാർ വെച്ചാൽ അല്ല ഒരു രസം വെച്ചാൽ ഒക്കെ വശപ്പശകാട്ടാ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ തുണ്ട് ശർക്കരയും ഇട്ട് കൊടുത്തുണ്ടെച്ചിങ്ങ നല്ല അടിപൊളി രസമാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പൊഴിയുന്നതിനനുസരിച്ചിട്ട് അതൊക്കെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ തുണിയൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ചധികം തന്നെ തുണിയുണ്ട്. അപ്പോൾ മഴ ഒന്നത് ഇതായാൽ അതൊക്കെ ഒന്ന് കഴുകിയിരുന്നു. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൂടായിരിക്കും. ഈ സെമി ആണ് കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അങ്ങണ്ടിട്ടേക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ കല്ലും വേണ്ട അലക്കിയിട്ട് മെഷീനിലിട്ടിട്ടാണ്ട് ഉണക്കും. അപ്പോൾ ഞാൻ മേലെ തന്നെ ഇപ്പോൾ താഴെയൊന്നും ഇടാൻ വയ്യല്ലോ. അപ്പോൾ മേലെ തന്നെ ഞാൻ ഈ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഒരു കല്ല് സെറ്റ് ചെയ്യും കേട്ടോ. ഒരു താപൊക്കെ എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എപ്പോഴും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തിരുമ്പിയിട്ട് ഇത് വേഗം മെഷീനിലിടും. മേലെയാണ് കേട്ടോ മെഷീൻ. പക്ഷേ വഴുക്കിയിട്ട് 4 ദിവസം ആ മഴ അടച്ച് പിടിച്ചാൽ എന്ത് വഴുക്കൽ എന്നാ പറയേ. പോന്ത അടച്ച് വീണ് പല്ലും ചുരിയൊക്കെ ഒന്നാവും കേട്ടോ. അജാതി വഴുക്കലാണ്. അപ്പോൾ വെല്ല ഇങ്ങനെ തള്ളകരലൊക്കെ ഇങ്ങനെ ഊഞ്ഞി വെച്ചിട്ടൊക്കെ പോയിട്ട് ഒന്നാ നടക്കണോടെ ഒന്നണ്ട് കല്ലിൻ്റെ അവിടേക്ക് ഒന്നത് എത്തി കിട്ടണ്ടേ. ഒന്ന് വരതണമൊക്കെ ആയിട്ട് ഒന്ന് വരതിയിട്ടാട്ടാന്ന് ഞാനൊന്ന് തിരുമ്പാളൊക്കെ ഒന്ന് തിരുമ്പിയിട്ട് എന്നിട്ട് 2 പ്രാവശ്യമായിട്ട് ഉണക്കി കിട്ടാ. കുറച്ചധികം തന്നെ തുണിയാളുണ്ടായിരുന്നു. അപ്പം നമ്മളെ ദോശയ്ക്ക് ഇന്നലെ ചെമ്മീൻ കറി കൂട്ടിയിട്ട് കഴിച്ച് ഇന്നിപ്പോൾ ചെമ്മീൻ കറി കൂട്ടിയാൽ പിന്നെ കറി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ നല്ലൊരു നാളികേരമൊക്കെ ഇട്ടിട്ടത് ചട്ടീനി അരച്ചു കിട്ടാ. അപ്പോൾ അതൊന്ന് വറവ് കിട്ടണം. അപ്പോൾ അതിന് ഞാൻ ആ ചെറിയ പാനിൽ അതും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് കടുക് പൊട്ടിച്ചിട്ടാ. ഇനി വീണ്ടും നമ്മളെ രസം ഒന്ന് വറവ് കിട്ടണം. അപ്പോൾ നമ്മളെ അടുക്കളയത്തെ പരിപാടി കൊണ്ട് കഴിയും. സൽമരോടൊന്നും പണിക്കാരുണ്ട് കേട്ടാ. ഓട് മാറ്റാനും കുട്ടികൾ മാറ്റാനും ഒക്കെ ആയിട്ട് നീ അവളെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ് പണിക്കാരുണ്ടെന്ന്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാർ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം കേട്ടോ. ഓക്കെ, ബൈ.